Hi friends, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ട്രൂ കോളർ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ എല്ലാ കൂട്ടർക്കും അറിയാം. നമ്മളുടെ ഫോണിൽ വരുന്ന കോളുകൾ അത് നമുക്ക് അറിയാത്ത നമ്പർ ആണെങ്കിൽ ആ വിളിക്കുന്ന ആളുടെ പേര് നമ്മളുടെ ഫോണിൽ ഇല്ലെങ്കിൽ പോലും അത് നമ്മളെ കാണിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ട്രൂ കോളർ എന്ന ആപ്ലിക്കേഷൻ. എന്നാൽ ഈ ആപ്ലിക്കേഷൻ തികച്ചും ഒരു വലിയ ചതിയാണ് നമ്മളോട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് പെർമിഷനുകൾ എന്നോട് ആവശ്യപ്പെടും. അതിലൊന്നാണ് നമ്മളുടെ ഫോണിനകത്തുള്ള കോണ്ടാക്റ്റുകളെ അങ്ങനെ തന്നെ അവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഒന്നാമത്തെ പെർമിഷൻ. പിന്നെ കോൾ റെക്കോർഡിങ്, SMS, ക്യാമറ, മൈക്രോഫോൺ തുടങ്ങി നാനാജാതി പെർമിഷനുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു പെർമിഷൻ കൊടുത്തു കഴിഞ്ഞ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിനകത്തുള്ള കംപ്ലീറ്റ് ഡാറ്റകളും ഇതുപോലുള്ള ഡാറ്റകളെല്ലാം അവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും. അതുപോലെ ഏതെല്ലാം ആളുകൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ അവരുടെ എല്ലാം ഡാറ്റകൾ ഇവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഞാൻ കൃഷ്ണൻ എന്നാണ് സേവ് ചെയ്തതെന്ന് കരുതുക. നിങ്ങളുടെ മറ്റൊരു സുഹൃത്ത് ഇത് മറ്റൊരു പേരിലാണ് സേവ് ചെയ്തതെന്ന് കരുതുക. അങ്ങനെ ഒരേ നമ്പറുകൾ തന്നെ വ്യത്യസ്ത പേരുകളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് ഏതാണ് കോമൺ ആയിട്ടുള്ള നെയിം എന്നുള്ളത് അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി അൽഗോരിതം വഴി മനസ്സിലാക്കിയിട്ട് അത് അവരുടെ സെർവറിൽ സേവ് ചെയ്ത് വയ്ക്കും. തുടർന്ന് നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യാത്ത ഒരാളെയാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അയാളുടെ ആ ഒരു ഡിവൈസിൽ ട്രൂ കോളർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ അത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രൂ കോളർ അവരുടെ സെർവറിൽ സെർച്ച് ചെയ്യും ഈ നമ്പർ ഏത് പേരിലാണ് ഏറ്റവും കൂടുതലായിട്ട് സേവ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് ആ ഒരു പേര് അവിടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. തുടർന്ന് ആ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ആൾ വളരെ ഹാപ്പി ആവും. തീർച്ചയായിട്ടും അറിയാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു, ട്രൂ കോളർ എനിക്ക് കാണിച്ചു തന്നു, ഇയാളുടെ പേര് കൃഷ്ണൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ truecaller.com എന്ന ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഏറ്റവും താഴെ അതിൻ്റെ പ്രൈവസി പോളിസിയെ കാണാൻ പറ്റും. ആ പ്രൈവസി പോളിസിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഏതെല്ലാം ഡാറ്റകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഫോണിലുള്ള A to Z കാര്യങ്ങൾ, നമ്മളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കോണ്ടാക്ട്സ്, നമ്മളുടെ ഫോണിനകത്തുള്ള ഇമേജുകൾ, ക്യാമറ തുടങ്ങി നാനാജാതി പെർമിഷനുകളും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളും അവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് അതുപോലെ ഒരുപാട് പേരുടെ ഡാറ്റകൾ അവരുടെ സെർവറിൽ അപ്ലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് അത് നമ്മളെ തന്നെ കാണിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ട്രൂ കോളർ എന്നുള്ളത്. ഇതിനെ പറയുന്നത് ക്രൗഡ് സോഴ്സിംഗ് എന്നാണ്. ഒരുപാട് ആളുകളുടെ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ആളുകൾക്ക് തന്നെ നൽകിക്കൊണ്ടുള്ള ഒരു സൗകര്യം. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ട്രൂ കോളറിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും പണമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അതെങ്ങനെയാണ് അവർ ഏൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ പരസ്യത്തിലൂടെ വരുമാനം നേടുന്നു. അത് ഏറ്റവും ആദ്യം പറയേണ്ടത് അവരുടെ വെബ്സൈറ്റിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന പരസ്യങ്ങൾ, രണ്ടാമത്തേത് ഈ ആപ്ലിക്കേഷനകത്ത് കാണുന്ന പരസ്യങ്ങൾ, മൂന്നാമത്തേത് നമുക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നൊക്കെ കോൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ പേര് ഇന്നതാണ് എന്ന് കാണിക്കുന്ന ആ ഒരു അവസരത്തിൽ അതിന് താഴെയായിട്ട് ഒരു പരസ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യം ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരസ്യങ്ങൾ വഴി അവർക്ക് വരുമാനം ലഭിക്കുന്നു. രണ്ടാമതായിട്ട് അവർക്ക് എങ്ങനെയാണ് പണം ലഭിക്കുന്നത് നോക്കാം. ഇവിടെ വരുന്ന രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മളുടെ എല്ലാം ഫോണുകളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകൾ അവർ മറ്റ് പലർക്കും വിൽക്കും. അതായത് ഇപ്പോൾ ഞാനിവിടെ UAE-ലാണുള്ളത്. UAE-ൽ ഇന്ത്യൻസ് ആയിട്ടുള്ള എത്ര പേരുണ്ട്, അതിന് ഇത്ര ഏജ് മുതൽ ഇത്ര ഏജ് വരെയുള്ള ആളുകൾ എത്ര എണ്ണമാണ്, ഇത്തരത്തിൽ അവരുടെ കയ്യിൽ നമ്മളുടെ കംപ്ലീറ്റ് ഡാറ്റകളുണ്ട്. ഇതുപോലുള്ള ഡാറ്റകൾ അവരെന്ത് ചെയ്യും, മറ്റ് തേർഡ് പാർട്ടികൾക്ക് വിൽക്കും. അത് പരസ്യത്തിനായിട്ടോ അല്ലെങ്കിൽ മറ്റ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനായിട്ടോ ഒക്കെ അവർ വിൽക്കും. അപ്പോൾ ഈ രീതിയിൽ അവർക്ക് അതിലൂടെ പണം ലഭിക്കും. ഇതുകൂടാതെ തന്നെ പല കൊമ്പന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ഫിലിം ആക്ടേഴ്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഇവരുടെ ഒന്നും നമ്പേഴ്സ് നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പം അത്തരം നമ്പറുകളൊക്കെ നമ്മൾ ട്രൂ കോളറിനോട് പേഴ്സണലായിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇത്ര രൂപ കൊടുക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ നമ്പറുകൾ അവർ നമുക്ക് ഷെയർ ചെയ്ത് തരും. കൂടാതെ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ സ്ഥിരീകരിക്കുന്നതിന് നമ്മളുടെ ഫോണിൻ്റെ മൈക്രോഫോണൊക്കെ ആക്സസ് ചെയ്യുന്നതിനും അതുവഴി ഇന്ന ആൾ തന്നെയാണ് ഇത് എന്ന് ഉറപ്പുവരുത്തുന്നതിനൊക്കെ അവർക്ക് അതുവഴി സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് അവർക്ക് പണം ലഭിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഈ ഒരു
ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പരസ്യം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് ഒരു മാസത്തേക്ക് 70 രൂപയോ മറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും പണം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊന്നും കാണില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഫോൺ നമ്പർ ആരൊക്കെ എത്ര പ്രാവശ്യം ഈ ട്രൂ കോളറിനകത്ത് സെർച്ച് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു പെയ്ഡ് സർവീസ് വഴി അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കോൾ റെക്കോർഡിംഗ് വരെ ഇത്തരത്തിൽ പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണെന്നൊക്കെ ട്രൂ കോളർ പറയുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മറ്റൊരു സൗകര്യം കൂടെ ഉണ്ട്. നമുക്ക് സ്പാം കോളുകളൊക്കെ ഈ രീതിയിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി സാധിക്കും. സ്പാം കോൾ ആണെന്ന് പറഞ്ഞിട്ട് ട്രൂ കോളർ കാണിക്കും. ഇത്തരത്തിൽ കമ്പനികൾ ട്രൂ കോളറിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കമ്പനികളിൽ നിന്നും പണം വാങ്ങിയിട്ട് അതുപോലുള്ള നമ്പറുകൾ സ്പാം ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്പറുകൾ ആ ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യുന്നതിനായിട്ടും ട്രൂ കോളർ തയ്യാറാണ്. അപ്പോൾ എനിക്കൊരു കമ്പനി ഉണ്ട്, ഞാൻ നിങ്ങളെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൂ കോളർ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇതൊരു സ്പാം കോൾ ആണെന്ന്. കാരണം ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും ഡാറ്റകൾ എടുത്തിട്ട് ട്രൂ കോളർ അങ്ങനെ പറഞ്ഞുതരും. പക്ഷേ ഞാൻ ട്രൂ കോളറിന് പണം കൊടുക്കുകയാണെങ്കിൽ ആ സ്പാം ലിസ്റ്റിൽ നിന്നും എൻ്റെ നമ്പറുകൾ ഒഴിവാക്കുകയും ചെയ്യും. തുടർന്ന് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിലേക്ക് എത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ട്രൂ കോളർ പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ട്രൂ കോളറിൽ നിന്നുള്ള ആ ഒരു ചതി എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമായിരിക്കും. ഒരുപക്ഷെ ഇതൊന്നും പ്രശ്നമല്ല എന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ട്രൂ കോളർ അങ്ങോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഇതിൽ നിന്നെല്ലാം രക്ഷ വേണം എന്ന് തോന്നുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ തുടർന്നും കാണുക. ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഒരിക്കലും ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യരുത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അഥവാ നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൂ കോളർ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡീആക്ടിവേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഡീആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം അല്ലെങ്കിൽ 48 മണിക്കൂറിനകം നിങ്ങളുടെ നമ്പർ ട്രൂ കോളറിൻ്റെ ആ ഒരു സർവീസിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇതുവരെ അപ്ലോഡ് ചെയ്ത ഡാറ്റകളൊക്കെ ട്രൂ കോളറിൻ്റെ സെർവറിലുണ്ടാവും. അതൊന്നും നമുക്ക് ഡീഡ് ചെയ്യിപ്പിക്കാനൊന്നും സാധിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ട്രൂ കോളറിൻ്റെ ഈ ഒരു സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫേക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക. ഒരു പുതിയൊരു ജിമെയിൽ ഐ ഡി ഉണ്ടാക്കുക. അതിനകത്ത് മറ്റ് കോൺടാക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യരുത്. മറ്റാർക്കും മെയിൽ അയക്കുകയോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ആഡ് ചെയ്യരുത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ട്രൂ കോളറിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആ ഒരു ഇമെയിൽ ഐ ഡി വെച്ച് ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളെ ആരെങ്കിലും മിസ് കോൾ അടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ ആരാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ട്രൂ കോളറിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഫോണിൽ നിന്നും ബ്രൗസ് ചെയ്തിട്ട് കയറുക. എന്നിട്ട് ആ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഉണ്ടാക്കിയ അക്കൗണ്ട് വഴി നിങ്ങളതിൽ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തിട്ട് ട്രൂ കോളറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നമ്പർ, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന നമ്പർ ട്രൂ കോളറിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ ഓൾറെഡി തന്നെ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ഒരു സൗകര്യം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നിങ്ങളുടെ ഡാറ്റകൾ ട്രൂ കോളർ കൊണ്ടുപോകും. ജിമെയിലിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെ ട്രൂ കോളറിനകത്തേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൂ കോളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് അതുവഴി നിങ്ങൾ ട്രൈ ചെയ്യാം. ഇനി അവസാനമായിട്ട് നിങ്ങളുടെ നമ്പർ മറ്റാരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ കോളർ വഴി അറിയരുത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് www.truecaller.com/unlisting എന്ന വെബ്സൈറ്റിൽ പോവുക. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയത് കാണാം. അവിടെ ഒരു ഡയലോഗ് ബോക്സ് ഉണ്ടാവും. ആ ഡയലോഗ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ കൺട്രി കോഡ് സഹിതം എഴുതുക. ഇപ്പോൾ ഞാനിവിടെ UAE ആയതുകൊണ്ട് +971 5433 എന്ന നമ്പർ ഞാൻ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ഒരു ക്യാപ്ച ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നമ്പർ ആ ഒരു ട്രൂ കോളറിൻ്റെ ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടും. തുടർന്ന് നിങ്ങൾ ആരെങ്കിലും എൻ്റെ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു എൻ്റെ പേര് അവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇത്രയാണ് ട്രൂ കോളറിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. ബൈ.